വല്ലവിധേനയും തുടർഭരണം ലഭിക്കും ഇടതുമുന്നണിക്ക് എന്നൊരു ആശ്വാസത്തിലായിരുന്നു കേരളത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന CPM പ്രവർത്തകരും അതുപോലെ തന്നെ ഇടത് അനുഭാവികളും അതുപോലെ ഇടത് ചേരിയിൽ നിൽക്കുന്ന ആളുകളും ഒക്കെ. കാരണം കേരളത്തിന് വികസനത്തിന് ഇടതുമുന്നണിയുടെ വിജയമൊക്കെ അനിവാര്യമായിരുന്നു, സർക്കാരിനും അത് കൃത്യമായിരുന്നു. പക്ഷെ എന്ത് ചെയ്യാൻ, കൊണ്ടുപോയി കുടമിട്ട് ഉടയ്ക്കുന്നത് പോലെയല്ലേ. രാവോളം വെള്ളം കോരിയിട്ട് രാത്രി കുടമിട്ട് ഉടയ്ക്കുന്ന അവസ്ഥയായി പോയി ഈ വീണ ജോർജിന്റെ കാര്യം. വീണയാണെങ്കിലും സർക്കാരിനിട്ട് വലിയ അടിയാണ് ആ സംഭവം നൽകിയത് എന്ന് ഒരുവിധം സാമാന്യ ബോധമുള്ള എല്ലാ ആളുകൾക്കും അറിയാം. ആരോഗ്യ മേഖലയിൽ നിരവധി പ്രശ്നങ്ങൾ ഉണ്ടാകും. ജനങ്ങളുമായി അടുത്ത് നിൽക്കുന്ന സർക്കാർ വകുപ്പാകുമ്പോൾ സാധാരണയിൽ കവിഞ്ഞ ആരോപണങ്ങളും അതുപോലെ തന്നെ ദുരാരോപണങ്ങളും ഉണ്ടാകും. ആരോഗ്യമന്ത്രിമാർ കാലാകാലങ്ങളായി ശ്രീമതി ടീച്ചറൊക്കെ കേട്ടതിന്റെ 1/4 വിമർശനം വീണ ജോർജ് കേട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ കേട്ടിട്ടില്ല. എന്തിന്? ശൈലജ ടീച്ചർ അവിടെ നിന്ന് സ്ഥാനം ഒഴിഞ്ഞ PPE കിറ്റിന്റെ അഴിമതി വരെ ഉണ്ട്. ആ മന്ത്രിയായിരുന്ന സമയത്തുള്ള അഴിമതി ആരോപണം. അതിനെപ്പോലെ ഒന്നും അല്ലല്ലോ വീണ ജോർജ് കേൾക്കുന്നത്. ഏതൊക്കെ ഡോക്ടർമാർക്ക് പിഴവ് പറ്റുന്നു. ആ പിഴവിന് മന്ത്രിക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. ഡോക്ടർമാർ മെഡിക്കൽ എററാണത്. അത് ഒരല്പം ബോധമുള്ള എല്ലാവർക്കും മനസ്സിലാകും. അതിനുവേണ്ടി ആരെങ്കിലും സമരം ചെയ്ത് വീണ ജോർജിന് ഇത്ര ഖേദം എന്താണ്? വീണ ജോർജ് അതൊന്നും മൈൻഡ് ചെയ്യാതിരുന്നാൽ പോലും. ഒന്നുമില്ലെങ്കിലും മുമ്പ് കുറെ കാലം മാധ്യമ പ്രവർത്തകയായിരുന്ന വ്യക്തിത്വത്തിന് ഉടമയല്ല. അപ്പോൾ അവർക്ക് തിരിച്ചറിയാൻ പറ്റുമല്ലോ ഇത്തരം കാര്യങ്ങളൊക്കെ. അവർ സമരം ചെയ്യും. സ്വാഭാവികമായും പ്രതിപക്ഷത്തിന് എന്തെങ്കിലും വീണ് കിട്ടാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. അവർ സമരം ചെയ്യും. മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് സമരം ചെയ്യും. പല കൂടി സമരം ചെയ്യും. കരിങ്കൊടി കാണിക്കും. അതിന് ഇത്രമാത്രം ബേജാറാകേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു ഉത്തരം കണ്ടെത്താൻ CPM-ന് പോലും കഴിയുകയില്ല. ഇന്നലെ സംഭവിച്ചത് എന്താണെന്ന് ഇതിനകം തന്നെ നിങ്ങളൊക്കെ അറിഞ്ഞു കാണും. വിശകലനം ചെയ്ത ആളുകൾ മടുത്ത് കാണും. 2 വലിയ സംഭവങ്ങളാണ് സംഭവിച്ചത്. ഒന്ന്, MV ഗോവിന്ദൻ മാസ്റ്റർക്കും അതുപോലെ തന്നെ DYFI പിന്നെ CPM-ന്റെ മന്ത്രിമാർക്കൊക്കെ ഒരുപോലെ വീഴ്ചയുണ്ടായതാണ്. ഈ സംഭവം കാള പെറ്റു എന്ന് കേട്ട ഉടനെ കയറും എടുത്തങ്ങോട്ട് ഓടൂ, പ്രതിഷേധിക്കൂ എന്നൊരു ആഹ്വാനമാണ് MV ഗോവിന്ദൻ മാസ്റ്റർ നൽകിയത്. തീർന്നില്ലേ? സർവയിടത്തും പ്രതിഷേധമാണ്. DCC ആഫീസിന് നേരെ കല്ലേറ്, KSUക്കാരെ കണ്ട് കരണത്തടിക്കുക, പിന്നെ എന്താണ് DYFI-യും SFI-ക്കാരും കൂടി ചേർന്ന് അങ്ങനെ സർവമാന പ്രതിഷേധത്തിലാണ്. ഇതൊക്കെ മന്ത്രിക്കെതിരെ നടന്ന ആക്രമണത്തിന്റെ പേരിലാണ് പ്രതിഷേധം. ജനങ്ങൾ കാണുന്നുണ്ട്, വിഷ്വൽ മീഡിയയിൽ കാണുന്നുണ്ട്. പിന്നെ ഇൻസ്റ്റാഗ്രാം തുറന്നു കഴിഞ്ഞാൽ, ഫേസ്ബുക്ക് തുറന്നു കഴിഞ്ഞാൽ, യൂട്യൂബ് തുറന്നു കഴിഞ്ഞാൽ ഒക്കെ മന്ത്രിയുടെ ആക്രമണ ദൃശ്യങ്ങളാണ്. പറയുന്നത് പോലെ മന്ത്രിയുടെ 7 അയലത്ത് ഈ പ്രതിഷേധക്കാർക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല. അത് വാസ്തവമാണ്. മന്ത്രിയുടെ അടുത്തെങ്ങും അവർ എത്തിയിട്ടുമില്ല. മന്ത്രിയുടെ ദൂരെ നിന്ന് അവർ കരിങ്കൊടി കാണിക്കുന്നു. മന്ത്രിയുടെ അടുത്തേക്ക് ഓടിയെടുക്കാൻ ശ്രമിക്കുന്നു. പോലീസുകാരെ പിടിച്ചവരെ തൂക്കി മാറ്റുന്നു. മന്ത്രിയാണ് അവരുടെ അടുത്തേക്ക് പോകാൻ പോകുമ്പോൾ പോലീസ് ബന്ദോബസ്ത് ഉണ്ടാക്കി മന്ത്രിയെ ആ സ്ഥലത്ത് നിന്ന് മാറ്റിക്കൊണ്ടുപോകാൻ ഉത്തരവാദിത്തം അവർക്കാണ്. മന്ത്രി ആ സീൻ കഴിഞ്ഞിട്ട് തൊട്ടടുത്ത സീനിൽ മാധ്യമപ്രവർത്തകരോട് കുശലം പറയുന്നു. വളരെ നോർമലായി. അതിനുശേഷം മന്ത്രിക്ക് കഴുത്തുവേദനയുണ്ട്. ആ പിടിവലിക്കിടയിൽ പോലീസുകാരുടെ ആ ബന്ദോബസ്തിനിടയിൽ മന്ത്രി കുറച്ച് തിങ്ങി ഞെരുങ്ങുന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അതിനിടയിൽ അവരുടെ കഴുത്തിന് എന്തെങ്കിലും ക്ഷതമേറ്റിരിക്കാം, കൈക്ക് ക്ഷതമേറ്റിരിക്കാം. അതൊക്കെ സ്വാഭാവികം. അതൊന്നും അവർ കള്ളം പറയുന്നവർ ആരും പറയുന്നില്ല. അവർ ആശുപത്രിയിൽ ചികിത്സ തേടി. പക്ഷേ അതിനുശേഷം വന്ന ട്വിസ്റ്റാണ് ഭീകരമായി പോയത്. സർക്കാർ സ്വയം അടിയറവ് പറയുന്ന സംഭവം. മന്ത്രി വീണ ജോർജിനെ കാണാൻ പോയതിൽ തെറ്റില്ല. AN ഷംസീർ അവർ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതിൽ കൂടെ ഉണ്ടാകുന്നതിൽ തെറ്റില്ല. പക്ഷെ മറ്റു മന്ത്രിമാർ ഈ സംഭവം അറിയാത്ത ആളുകളും അറിഞ്ഞ ആളുകളും ഒക്കെ നേരെ പറയുകയാണ്, പ്രതിഷേധം ശക്തമാക്കും, പ്രതിഷേധിക്കുക. ഒരാത്മസംയമനവും ഇല്ലാതെയായിരുന്നു പ്രതിഷേധം. ഇത് കേരള ജനതയുടെ മുന്നിൽ CPM എന്തു പറയും? CPM എന്തു പറഞ്ഞ് ഇതിനെ പ്രതിരോധിക്കാൻ പോകുന്നു? ഇത് വലിയൊരു ചിഹ്നമാണ്. ആരോഗ്യ വകുപ്പ് ആദ്യമേ തന്നെ സർക്കാരിനെ എതിരെ തിരിഞ്ഞു കൂട്ടുന്ന പാമ്പായി മാറുകയാണെന്നൊക്കെ ഞാൻ പറഞ്ഞു. ഇതിപ്പോ ഈ വലിയ വീഴ്ച ആരോഗ്യമന്ത്രി അത് നെവർ മൈൻഡ് ആയിട്ട് പോയിരുന്നുവെങ്കിൽ അവർ കരിങ്കൊടി കാണിക്കും, പോലീസുകാർ അവരെ തൂക്കിക്കൊണ്ടുപോകും. അത്രയേ ഉള്ളൂ സംഭവിക്കാൻ. മന്ത്രി പോയ കാര്യം, മന്ത്രി അവരുടെ ജോലി കഴിഞ്ഞ് തിരിച്ചു തിരുവനന്തപുരത്തേക്ക് വന്ദേ ഭാരത്കാർ വരികയും ചെയ്തത്. ഇതല്ലാതെ അവരെടുത്ത് കൊമ്പ് കോർക്കാൻ അങ്ങോട്ട് ചെന്നു. പിന്നെ ഉന്തും തള്ളുമായി മന്ത്രിയുടെ പെടലി ഉളുക്കി ഇതാ കിടക്കുന്നു. MRI സ്കാനൊക്കെ വേണമെന്നാണ് മെഡിക്കൽ ബോർഡ് റിപ്പോർട്ട്. അതിനെ തുടർന്ന് MV ഗോവിന്ദൻ മാസ്റ്ററുടെ പ്രതിഷേധത്തെ തുടർന്ന് സർക്കാരിന് അപകീർത്തിയും അപമാനവും. നന്നായിരിക്കുന്നു.